നമ്മളപ്പോൾ ഇൻഡിസൈനിൽ പേജ് സെറ്റ് ചെയ്യാൻ പഠിച്ചിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഒരു മാഗസിൻ്റെ ഇന്നർ പേജാണ്. ഓക്കെ, നമുക്ക് ഈ ഇന്നർ പേജിൽ ഇതിപ്പോൾ 2 പേജുണ്ട്, ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ്. നമുക്കിത് വേണമെങ്കിൽ ഒരു ലീഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നോർമലി നമ്മൾ ആൽബം ഡിസൈൻ ചെയ്യാൻ നേരത്താണ് ലീഫ് എന്നൊക്കെ പറയാറുള്ളത്. നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. എനിവേയ്സ്, ഒരു ലീഫ് എന്ന് പറയുമ്പോൾ 2 പേജ്, ഒരു പേജിൻ്റെ ഫ്രണ്ടും ബാക്കും എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ലീഫിൻ്റെ നമുക്ക് ഒരു സൈഡ്, അതായത് ഒരു പേജ് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ ടെക്സ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കണ്ടോ, ഓരോ കോളത്തിൽ. അങ്ങനെ 3 കോളത്തിലാണ് ടെക്സ്റ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളൊരു ന്യൂ ഡോക്യുമെൻ്റ് എടുക്കുകയാണ്. ലെറ്റർ സൈസിൽ ഒരു ഡോക്യുമെൻ്റ് എടുക്കാൻ പോവാണ്. ഓക്കെ, ലെറ്റർ സൈസിൽ ഡോക്യുമെൻ്റ് എടുത്തിട്ട് നമ്മൾ താഴേക്ക് വരിക. ഇവിടെ കോളംസ് എന്നുണ്ടോ, ആ കോളംസ് നമുക്കിപ്പോൾ 3 കോളം അല്ലേ നമ്മൾ കണ്ടത്, അതിന് വേണ്ടിയിട്ട് 3 കോളം. ഓക്കെ, എന്നിട്ട് നേരെ ക്രിയേറ്റ് കൊടുക്കുക. കണ്ടോ, 3 കോളം നമുക്കിവിടെ ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് കുറച്ച് ടെക്സ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ടൂൾ എടുക്കണം, ടൈപ്പ് ടൂള്. നമ്മൾ തൊട്ട് മുമ്പത്തെ സോഫ്റ്റ്വെയറിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ടൈപ്പ് ടൂള്, അതിന് ഷോർട്ട് കീ ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ടെക്സ്റ്റ് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ പോകണം. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചിരുന്ന സോഫ്റ്റ്വെയർസിൽ ടൈപ്പ് ടൂൾ എടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയായിരുന്നു അല്ലേ. പക്ഷേ ഇൻഡിസൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ആവില്ല. അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഡ്രാഗ് ചെയ്യുക. കണ്ടോ, ഡ്രാഗ് ചെയ്യുമ്പോഴാണ് ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ ഡ്രാഗ് ചെയ്താലും ബ്ലിങ്ക് ചെയ്തോളും. ഓക്കെ, അപ്പോൾ ആ ഒരു ബോക്സിൻ്റെ അകത്തായിരിക്കും ടെക്സ്റ്റ് അപ്ലൈ ആവുന്നത്. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാണ്. ഓക്കെ, കോപ്പി ചെയ്തു. ജസ്റ്റ് ഒന്ന് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് നോക്കട്ടെ. ഓക്കെ, ടെക്സ്റ്റ് നമ്മൾ ഈ ഒരു കോളത്തിൻ്റെ അകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 2 കോളം നമുക്ക് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ ഒരു എറർ കാണിച്ചിട്ടുണ്ട്, കണ്ടോ. അതെന്താണെന്ന് പറയാം. നമ്മൾ ഈ ടെക്സ്റ്റ് ഇട്ടപ്പോൾ ടെക്സ്റ്റ് കുറച്ച് അധികം കോപ്പി ചെയ്തായിരുന്നു. നമ്മൾ ടെക്സ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ടെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് കോളത്തിൽ നിന്ന് കുറച്ചധികം പുറത്തേക്ക് പോയി. നമ്മളൊരു ബോക്സ് വരച്ചിട്ടാണല്ലോ ചെയ്തത്, ആ ബോക്സിൽ നിന്ന് പുറത്തേക്ക് പോയി. അതുകൊണ്ടാണ് ഇവിടെ ഒരു എറർ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു റെഡ് പോയിൻ്റ് കണ്ടില്ലേ, അത് ടെക്സ്റ്റ് ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയതുകൊണ്ടാണ് അവിടെ ഒരു റെഡ് പോയിൻ്റ് കിടക്കുന്നത്. ഓക്കെ, നമുക്കത് അടുത്ത കോളത്തിലേക്ക് ആഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ആ പോയിൻ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ പോയിൻ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഇവിടെ എറർ മാറി, അത് ഗ്രീനായി, റെഡ് എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി ഡ്രാഗ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, വീണ്ടും എറർ കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ബോക്സിൽ നിന്നും ആ ടെക്സ്റ്റ് പുറത്തേക്ക് പോയേക്കുന്നതുകൊണ്ടാണ് ഇവിടെ വീണ്ടും എറർ വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും അവിടെ നിന്ന് കോപ്പി ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ എറർ മാറിയില്ലേ. ഇപ്പോൾ ടെക്സ്റ്റ് എല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് വന്നു. നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്ന കോളത്തിൻ്റെ അകത്തേക്ക് ടെക്സ്റ്റ് എല്ലാം കറക്റ്റായിട്ട് അറേഞ്ചായി കിട്ടി. ഓക്കെ, ഇനി ഈ ടെക്സ്റ്റിന് നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ കളർ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം. ജസ്റ്റ് സെലക്ട് ചെയ്താൽ പോരാ, സെലക്ഷൻ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്താൽ പോരാ, നമ്മൾ ടൈപ്പ് ടൂൾ തന്നെ എടുക്കണം. ടൈപ്പ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുക, ഇവിടെ ടി കണ്ടില്ലേ, അതിൽ പോയിട്ട് നമുക്ക് ഏതാണോ കളർ വേണ്ടത് ആ കളർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. കണ്ടോ, ആ ഒരു കളർ നമുക്കിവിടെ കിട്ടും. സെലക്ഷൻ ടൂൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ സബ്ജക്റ്റൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ സെലക്ഷൻ ടൂളിൽ ഇരുന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ടൈപ്പ് ടൂളിലേക്ക് കിട്ടും. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ടീയിൽ വന്നു കളർ അപ്ലൈ ചെയ്തു. ഓക്കെ, സൂം ഔട്ട് ചെയ്യാൻ എളുപ്പത്തിന് സൂം ഔട്ട് ചെയ്യാനായിട്ട് നേരെ Ctrl+0 പ്രസ് ചെയ്യാം. ഓക്കെ, ഇനി ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ടി പ്രസ് ചെയ്തു സെലക്ട് ചെയ്യുക. ഫുള്ളും ഫോണ്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് Ctrl+A പ്രസ് ചെയ്ത് ഓൾ സെലക്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഫോണ്ട് സെലക്ട് ചെയ്യണമെങ്കിൽ നേരെ വിൻഡോയിൽ പോവുക, ടൈപ്പ് ആൻഡ് ടേബിൾസ് എടുക്കുക, ക്യാരക്ടർ എടുക്കുക. ഓക്കെ, Ctrl+T അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അതിൽ പോയിട്ട് ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ഫോണ്ട് ചേഞ്ച് ചെയ്യാനൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എങ്കിലും. ഓക്കെ
ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ ഫോണ്ടിൻ്റെ സൈസ് നമ്മൾ ടെക്സ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഒരു 8-12 ആണ് ഒരു റീഡബിൾ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പർപ്പസിനനുസരിച്ചിട്ട് എത്രയാണോ സൈസ് വേണ്ടത് അതനുസരിച്ച് കൊടുക്കുക. ഹെഡിങ് ഒക്കെ ചെയ്യുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി വലിയ സൈസിലായിരിക്കണം. ഓക്കെ, അതുപോലെ സ്പേസിങ്, ലൈൻസ് തമ്മിലുള്ള സ്പേസിങ് ആണത്. ഓക്കെ, ഓട്ടോയിൽ കൊടുത്താൽ മതി. ഇനി അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നോർമലി ഓട്ടോയിൽ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കിടന്നോളും. ഇതിപ്പോൾ ലൈൻസ് തമ്മിലുള്ള സ്പേസിങ് കുറവാണ് 6 കൊടുക്കുമ്പോൾ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ടോ, സെലക്ട് ചെയ്തിട്ട് സ്പേസിങ് കൂടുതൽ വേണമെങ്കിൽ സ്പേസിങ് കൂടുതൽ കൊടുക്കാം. ഓക്കെ, ഓട്ടോയിൽ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇരുന്നോളും. അതുപോലെ ലെറ്ററിങ് തമ്മിലുള്ള സ്പേസിങ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. കണ്ടോ, ലെറ്ററിങ് തമ്മിൽ അകന്നകന്നിരിക്കും. ഓക്കെ, 0യിൽ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. കുറവാണ് വേണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുക. അപ്പോൾ ലെറ്ററിങ് തമ്മിൽ അടുക്കും, ഓരോ ലെറ്റേഴ്സും തമ്മിൽ അടുത്തുകൊണ്ടിരിക്കും മൈനസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി അതുപോലെ ഇപ്പോൾ നമ്മൾ കോളംസിൽ ലെറ്റർ അറേഞ്ച് ചെയ്തിരിക്കുന്നതെല്ലാം ലെഫ്റ്റ് അലൈനായിട്ടായിരിക്കുന്നത് അല്ലേ? ഓക്കെ, നമുക്കിത് അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ടി തന്നെ എടുക്കാം. നമ്മളെപ്പോഴും ടൈപ്പ് ടൂൾ എടുത്തിട്ട് വേണം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ. ഓക്കെ, എന്നിട്ട് നേരെ വിൻഡോയിൽ പോവാം. ടൈപ്പ് ആൻഡ് ടേബിൾസിൽ തന്നെ പാരഗ്രാഫ് എടുക്കുക. ഓക്കെ, പാരഗ്രാഫ് എടുത്തു. പാരഗ്രാഫിൽ കാണാം, കണ്ടോ, ലെഫ്റ്റ് അലൈൻ. ഓക്കെ, ഞാൻ സെലക്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് സെൻറ്റർ കൊടുത്തു കഴിഞ്ഞപ്പോൾ സെൻറ്റർ അലൈനായി. കണ്ടോ, റൈറ്റ് ആണെങ്കിൽ റൈറ്റ് അലൈൻ, ജസ്റ്റിഫൈ കൊടുക്കണമെങ്കിൽ ജസ്റ്റിഫൈ ലെഫ്റ്റ് ആണത്. ഓക്കെ, ജസ്റ്റിഫൈ സെൻറ്റർ റൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്കിൻ്റെ പർപ്പസിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അതുപോലെ ഇപ്പോൾ ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഫുള്ളും സെലക്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഫുള്ള് സെലക്ട് ചെയ്തിട്ട് ഫോണ്ടിന് കളർ ചേഞ്ച് ചെയ്യാം. ഇവിടെ വരിക, കളറ് ഡാർക്ക് കളർ കൊടുത്തു. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന് ഒരു കളർ കൊടുക്കണം. ഈ ഒരു പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിപ്പോൾ വൈറ്റ് അല്ലേ, നമുക്ക് വൈറ്റ് മാറ്റിയിട്ട് ജസ്റ്റ് ഒരു കളർ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക, ജസ്റ്റ് ഡ്രോ ചെയ്യാം. ഓക്കെ, ഡ്രോ ചെയ്യുമ്പോൾ അതിനകത്ത് ജസ്റ്റ് സ്ട്രോക്ക് മാത്രമേ ഉള്ളൂ. അത് ഫില്ല് വേണമെങ്കിൽ ഒരു ഫില്ല് കൊടുക്കുക. ഓക്കെ, സ്ട്രോക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് സെലക്ട് ചെയ്യുക, നൺ കൊടുക്കുക. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ബാക്കിലേക്ക് വിടണം. നമ്മുടെ ടെക്സ്റ്റ് ബാക്കിലായി പോയില്ലേ, അപ്പോൾ ഈ ഒരു നമ്മൾ കളർ ഫില്ല് ചെയ്ത ഏരിയയാണ് ബാക്കിലേക്ക് വിടണം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അറേഞ്ചിൽ വരിക, സെൻഡ് ടു ബാക്ക്. ഓക്കെ, നമ്മൾ കളർ ചെയ്യാൻ പറഞ്ഞതാണ്. എല്ലാ വർക്കിനും കളർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വർക്കിൻ്റെ പർപ്പസിനനുസരിച്ചിട്ട് കളർ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതുപോലെ കളർ ചെയ്യാം. ഓക്കെ, ഒരു ടെക്സ്റ്റിൻ്റെ സെലക്ട് ചെയ്തിട്ട് കളർ മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കുക. ബ്ലാക്ക് ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ ബ്ലാക്കിലേക്ക് കൊടുക്കുക. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് എപ്പോഴും ചെയ്യുമ്പോൾ അത് റീഡബിൾ ആയിരിക്കണം ശരിക്കും. അല്ലാതെ നമ്മൾ ഡിസൈൻ വളരെ നന്നാക്കിയതുകൊണ്ട് മാത്രം കാര്യമാവില്ല. നമ്മൾ ഒരു മാഗസിനൊക്കെ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ശരിക്കും റീഡബിൾ ആണ്, അലൈൻമെൻ്റ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. അതുപോലെ പെട്ടെന്നൊക്കെ വായിക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഓക്കെ, എനിക്ക് ഈ ഒരു ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്കൊരു ഹെഡിങ് പോലെ ജസ്റ്റ് ഇവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നേരെ ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് മേളിലായി പോകും അല്ലേ? അപ്പോൾ ഈ ടെക്സ്റ്റിനെ കുറച്ചൊന്ന് താഴേക്ക് ആക്കണം. താഴേക്ക് ആക്കിയാലാണ് നമുക്കതവിടെ വെക്കാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് സെലക്ട് ടൂൾ എടുക്കുക. നമ്മളൊരു ബോക്സ് ഇവിടെ വരച്ചിട്ടില്ലേ, ആ ബോക്സിനെ ജസ്റ്റ് ഒന്ന് താഴേക്ക് ആക്കുക. കണ്ടോ, ആ ബോക്സ് ഒന്ന് താഴേക്ക് ആക്കി കഴിഞ്ഞപ്പോൾ ആ ടെക്സ്റ്റ് എല്ലാം ഇങ്ങോട്ട് ആഡായി വന്നു. കണ്ടോ, ഇവിടേക്ക് ആഡ് ആവുന്നുണ്ടോ? ഓക്കെ, അപ്പം അങ്ങനെ ടെക്സ്റ്റ്
നമുക്ക് ആ ബോക്സിന് ചെറുതായി കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഇങ്ങോട്ട് ആഡ് ആവുകയും ചെയ്യും, നമുക്കിട്ട് സ്പേസ് കിട്ടുകയും ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ഓക്കെ, നമുക്കിതിനൊന്ന് വലുതാക്കാനായിട്ട് ഒരു ട്രാൻസ്ഫോം ടൂൾ ഉണ്ട്, കണ്ടോ, ഫ്രീ ട്രാൻസ്ഫോം. ഈ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വലുതാക്കുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്തേക്കാം. സെലക്ട് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു വൈറ്റ് തന്നെ കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ വർക്ക് സേവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് Ctrl+S അടിക്കുക. എസ് അടിച്ചിട്ട് ഞാൻ ഓൾറെഡി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോൾഡറിലേക്ക് ജസ്റ്റ് എന്തെങ്കിലും പേര് കൊടുത്തിട്ട് വർക്ക് 2 എന്നാണ് കൊടുക്കുക. 2. ഓക്കെ, സേവായി. ഇനി നമുക്കിതിനൊരു പ്രിവ്യൂ കാണണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും നമുക്കൊരു ക്ലയൻറ്റിന് ഒന്ന് ജസ്റ്റ് അയച്ചു കൊടുത്തിട്ട് കൺഫർമേഷൻ മേടിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് JPG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെയൊക്കെ തന്നെ ഫയലിൽ പോവുക, എക്സ്പോർട്ട്. നമുക്ക് PDF ആക്കണമെങ്കിൽ PDF ആക്കാം, JPG ആക്കണമെങ്കിൽ JPG ആക്കാം. സൈസ് കുറഞ്ഞിട്ടാണ് നമുക്ക് അയക്കേണ്ടത്, അതായത് അപ്രൂവൽ മേടിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ സൈസ് കുറച്ചിട്ട് വേണം നമ്മൾ അയച്ചു കൊടുക്കാൻ. അപ്പോൾ JPG ഫോർമാറ്റിൽ അയച്ചു കൊടുത്താൽ മതി. JPG ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കംപ്രസ്ഡ് ആയിരിക്കും. ഓക്കെ, അതുപോലെ PDF നമുക്ക് പ്രിൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പ്രിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ PDF മാറ്റുക, എന്നിട്ട് നേരെ സേവ് കൊടുക്കുക, എക്സ്പോർട്ട്. അതുപോലെ ഇപ്പോൾ ഇവിടെ ചോദിക്കുമ്പോൾ നമ്മൾ ഹൈ ക്വാളിറ്റി പ്രിൻറ്റിലേക്ക് കൊടുത്തേക്കണം. ഹൈ ക്വാളിറ്റി പ്രിൻറ്റിലല്ല കിടക്കുന്നതെങ്കിൽ ഹൈ ക്വാളിറ്റിയിലേക്ക് ആക്കുക, നേരെ എക്സ്പോർട്ട് കൊടുക്കുക. ഓക്കെ, അത് എക്സ്പോർട്ട് ആയിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ PDF നമ്മളെങ്ങനെയാണോ ചെയ്തത് അതിൻ്റെ എക്സ്പോർട്ട് ചെയ്ത ഫയൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇനി അതല്ല, നമ്മൾ JPGയിലാണ് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ JPG എന്നിട്ട് റെസൊല്യൂഷൻ നോക്കുക. റെസൊല്യൂഷൻ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 72 കൊടുത്താൽ മതി. നോർമൽ കേസിലേക്ക് ആണെങ്കിൽ നമുക്കൊരു 300 കൊടുക്കാം. അതല്ല, JPG ഫയൽ പ്രിൻറ്റിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് 300 മുകളിലേക്ക് കൊടുക്കുക. 300 വരെ നമുക്ക് അത്യാവശ്യം ഹൈ ക്വാളിറ്റി പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് മുകളിലേക്ക് വേണമെങ്കിൽ മുകളിലേക്ക് കൊടുക്കുക. ഓക്കെ, നോർമൽ കേസിൽ 72 ആ ഒരു ലെവലിൽ കൊടുത്താൽ മതി. അപ്രൂവൽ മേടിക്കാനും ക്ലയൻറ്റിനെ കാണിക്കാനൊക്കെ ആണെങ്കിൽ ആ ഒരു ലെവലിൽ ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ക്വാളിറ്റി ചോദിക്കും. മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മാക്സിമം ക്വാളിറ്റിയിലായിരിക്കും ഇമേജ് കിട്ടുക. ഓക്കെ, ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യാം. വർക്കിൽ വന്നിട്ട് നോക്കുക, JPGയിൽ എക്സ്പോർട്ട് ആയത്. ഓക്കെ.